യുഡിഎഫുമായി സഹകരിക്കുന്ന കാര്യത്തിൽ പി.കെ. ശശിയാണ് തീരുമാനം പറയേണ്ടതെന്ന് മുസ്ലിം ലീഗ് നേതാവും മണ്ണാർക്കാട് നഗരസഭാ ചെയർമാനുമായ ഫായിദ ബഷീർ. കെ.ടി.ഡി.സി ചെയർമാൻ എന്ന നിലയിലാണ് നഗരസഭയുടെ പരിപാടിയിലേക്ക് പി.കെ. ശശിയെ ക്ഷണിച്ചത്. എല്ലാ പരിപാടികളുടെ വിശദാംശങ്ങളും കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാറില്ലെന്ന് ഫായിദ ബഷീർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷനായ ഫായിദ ബഷീറാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ആയുർവേദ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനമാണ്. അതോടൊപ്പം തന്നെ അത് വലിയ രാഷ്ട്രീയ ചർച്ചകളും ആയിട്ടുണ്ട്. അത് CPM കൗൺസിലർമാർ എതിർത്തിട്ടും പി.കെ. ശശി ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്താ? അല്ല, അതിൽ മണ്ണാർക്കാട് നഗരസഭയിൽ ഒരു ആധുനിക സൗകര്യമുള്ള ഒരു ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് നല്ല ജനപങ്കാളിത്തവും അതുപോലെ തന്നെ എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ച് പോകണമെന്ന് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ ക്ഷണിച്ചത് KTDC ചെയർമാൻ എന്നുള്ളൊരു നിലക്കാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, MP, അതുപോലെ തന്നെ MLA ഇവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തിയിട്ടുള്ളത്. എല്ലാ കൗൺസിലർമാരും അതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ആ പരിപാടിക്ക് എല്ലാവരും എത്തിയല്ലോ. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തുള്ള ഒരു നേതാവിനെ മറ്റേ പരിപാടിക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അവരത് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പ്രത്യേക അവരുടെ ഒരു ആഭ്യന്തര വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ എതിർത്തിട്ടുണ്ടാവും. അപ്പോൾ കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് പി.കെ. ശശിയെ ഉൾപ്പെടുത്തുന്ന കാര്യം കൗൺസിലിലേ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഈ ഒരു പരിപാടി ഉദ്ഘാടനത്തിന് ഇന്ന ആളെ ക്ഷണിക്കണമെന്ന് കൗൺസിലിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ല. കൗൺസിലിനെ അറിയിക്കണം. അതിൽ ഇന്ന ആളാണ് ഉദ്ഘാടകൻ എന്ന് പറഞ്ഞു. ഞാൻ ആ ചർച്ചയിൽ MLA പങ്കെടുക്കണമെന്ന് MP പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. 4.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഇന്ന ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഇന്ന ആളെ അല്ലെങ്കിൽ ഇന്ന ആളെ ക്ഷണിക്കാൻ പറ്റൂ എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ. എന്നാലിപ്പോൾ ഈ പി.കെ. ശശിയെ സ്വാഗതം ചെയ്യുന്ന രൂപത്തിലായിരുന്നു MP-യും MLA-യും ഒക്കെ. അതായത് അദ്ദേഹം സാധാരണ ഈ വെള്ള ഷർട്ട് ധരിക്കാറില്ല, ഈ വെള്ള ഷർട്ട് ധരിച്ചു വന്നു, അത് ഈ പരിപാടിയോടുള്ളൊരു ഐക്യദാർഢ്യം എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരുന്നു. അല്ല, അത് MP-യും MLA-യുമാണ് അവിടെ പ്രസംഗിച്ചത്. അവർ കൃത്യമായിട്ട് അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പി.കെ. ശശി അതിന് മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അത്ര ഒരു വിവാദമായ കാര്യങ്ങളിലേക്കേ അല്ല. കാരണം പ്രത്യേകിച്ച് അത് അവരൊക്കെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MP പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് MPക്ക് അതിൻ്റെ മറുപടി MP നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ MLA, പിന്നെ പി.കെ. ശശിയാണ് പിന്നെ അതിന് മറുപടി പറയേണ്ടത്. അദ്ദേഹം ഇന്ന് പത്രക്കാരോട് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. അതിൽ ഇനി പി.കെ. ശശിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് UDF നേതൃത്വവും എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സാജിദ് ഇസ്മൽ, മീഡിയ 1, പാലക്കാട്.